അമേരിക്കക്കും ഇസ്രയേലിനും ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖാംനയുടെ മിലിറ്ററി ഉപദേഷ്ടാവ് CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഈ യുദ്ധം നിലനിൽക്കുകയാണെങ്കിൽ, ഞങ്ങൾക്കെതിരെ ഉപരോധം, കടലിൽ ഉപരോധം അമേരിക്ക തുടരുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ യുദ്ധം തുറക്കുമെന്നും ആ യുദ്ധം പേർഷ്യൻ കടലിൽ മാത്രമായിരിക്കില്ല, റെഡ് കടലിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അത് നീളുമെന്നും മാത്രമല്ല ഇസ്രയേലിന് തൊട്ടു നിൽക്കുന്ന മെഡിറ്ററേറിയൻ കടലിലും ആ യുദ്ധം ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ ഇറാന്റെ പൂർണ്ണ ആധിപത്യത്തിൽ നിലനിൽക്കുന്നു. കപ്പലുകൾക്ക് സ്വതന്ത്രമായി, അതായത് ഇറാന് സർവീസ് പേയ്മെന്റ് നൽകാതെ കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഇനി ഇറാൻ പറയുന്നത് ഇതുപോലെ ബാബുൽ മന്ദബ് സ്ട്രൈറ്റിലും സമാനമായ നീക്കങ്ങൾ നടത്തും, അവിടെയും ബ്ലോക്ക് ചെയ്യും, കപ്പലുകളെ തടയുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നു. മാത്രമല്ല ഇതുവരെ അമേരിക്കയുടെ പ്രവിശ്യയിലുള്ള എയർബേസുകൾക്ക് നേരെ, സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. അതായത് GCC രാഷ്ട്രങ്ങളിലൊക്കെയുള്ള താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെങ്കിൽ അതിനപ്പുറത്തേക്കും ഇനി ആക്രമണം ഉണ്ടാകും. ഇതുവരെ ആക്രമിക്കാത്ത അമേരിക്കയുടെ ബേസുകളെയും ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഈ യുദ്ധം അമേരിക്കയോ ഇസ്രയേലോ കരുതി വെച്ച മേഖലയിൽ ഒതുങ്ങുകയില്ല, യുദ്ധം വ്യാപിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയൊരു മുന്നറിയിപ്പാണ്. എന്നാൽ ഇറാനുമായി പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് കടക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താല്പര്യപ്പെടുന്നില്ല. ഭീഷണിയിലൂടെ അമേരിക്കക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം. ഇറാനുമായി ഒരു സൈനിക നടപടി ഉണ്ടായാൽ അത് വലിയ നഷ്ടത്തിലായിരിക്കും കലാശിക്കുക എന്ന് അമേരിക്കക്ക് അറിയാം. അതുകൊണ്ട് ഈ യുദ്ധം ഒരിക്കലും തന്നെ അമേരിക്ക താല്പര്യപ്പെടുന്നില്ല.